അയോധ്യ ക്ഷേത്രക്കൊള്ളയിൽ ക്ഷേത്ര ട്രസ്റ്റിൽ വിശ്വാസമർപ്പിച്ച് RSS വാർത്ത ഹിന്ദുക്കളെയും രാമഭക്തന്മാരെയും വേദനിപ്പിച്ചുവെന്ന് RSS നിലപാട്. നിലവിലുള്ള ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും അവസാനിപ്പിക്കണമെന്ന് RSS കാര്യവാഹ് ദത്താത്രേയ ഹൊസബലെ ആവശ്യപ്പെട്ടിരിക്കുന്നു. ദത്താത്രേയ ഹൊസബലെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്, ആദ്യം കേൾക്കാം. राम जन्मभूमि तीर्थ क्षेत्र न्यास हिंदू समाज की आस्था एवं विश्वास को सुदृढ़ बनाए रखेगा। राष्ट्रीय स्वयंसेवक संघ संपूर्ण हिंदू समाज से भी आह्वान करता है कि इस कठिन क्षण में वह आवश्यक धैर्य और संयम का परिचय दें तथा इस दुर्भाग्यपूर्ण घटना का लाभ उठाकर हिंदू विरोधी राष्ट्र विरोधी शक्तियों के हिंदू धर्म एवं समाज को बदनाम करने के षड्यंत्रों को विफल करे. ദത്താത്രേയ ഹൊസബലയുടെ വാക്കുകളാണ് കേട്ടത്. പി ബസന്തുണ്ട്. ബസന്ത്, RSSന്റെ നിലപാടാണ് ഇവരും കാത്തിരുന്നത്. ഹിന്ദു സംഘടനകൾക്ക് ഇടയിൽ, ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ പല അഭിപ്രായങ്ങളും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഈ ദിവസവും കേട്ടതാണ്. എന്താണ് ഇപ്പോൾ RSSന്റെ നിലപാട് ഈ വിഷയത്തിൽ ബസന്ത്? RSSന്റെ സർക്കാര്യവാഹക ദത്താത്രേയ ഹൊസബലയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് RSS പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ക്ഷേത്ര ട്രസ്റ്റിൽ വിശ്വാസം അർപ്പിക്കുന്നു. പക്ഷേ ഈ ഇത്തരം അസാധാരണ നടപടികളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും ഒഴിവാക്കാൻ ട്രസ്റ്റ് നടപടികൾ എടുക്കണം എന്നാണ് ഇപ്പോൾ ഹൊസബലെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു സമുദായത്തെ, സമൂഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇതിനായി ഹിന്ദു വിരുദ്ധ, ദേശവിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനയെ തിരിച്ചറിയാൻ സാധിക്കണമെന്നും ഇപ്പോൾ RSS വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ട്രസ്റ്റ് എടുത്തിട്ടുള്ള നടപടികൾ അതുമായി മുന്നോട്ട് പോകുന്നു. ട്രസ്റ്റ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരണത്തിലേക്ക് ഉത്തർപ്രദേശ് സർക്കാർ പോയതെന്നും ഇപ്പോൾ RSS നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. പി ബസന്ത്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിൽ പല ഹിന്ദു സംഘടനകളിലും സന്യാസിവര്യന്മാരിലൊക്കെ അവർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഈ അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്ന കാര്യത്തിലൊക്കെ സംശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ അന്വേഷണത്തോട് എങ്ങനെയാണ് RSSന്റെ സമീപനം? അന്വേഷണത്തിൽ എല്ലാ വിവരങ്ങളും പുറത്തു വരും എന്നാണ് ഇപ്പോൾ RSS വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ ക്ഷേത്രവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളുടെ പ്രക്ഷോഭമാണ് ഉണ്ടായിരുന്നത്. ഹിന്ദുക്കളുടെ വിശ്വാസവും ആയി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടെ നടന്ന ഇത്തരത്തിലൊരു മോഷണം വലിയ തോതിൽ രാമഭക്തന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കടുത്ത നടപടി, കടുത്ത ശിക്ഷ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആരാണോ കുറ്റവാളികളൊക്കെ കണ്ടെടുക്കുന്നവർക്ക് നൽകണമെന്നാണ് ഇപ്പോൾ RSSന്റെ ആവശ്യം. നിലവിലുള്ള ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനത്തിലുള്ള വീഴ്ചകളൊക്കെ പരിഹരിക്കാനുള്ള നടപടികളും വേണം എന്നുള്ളതാണ് RSSന്റെ ആവശ്യം. ഇപ്പോൾ ഇതുമായി നടക്കുന്ന കുപ്രചരണങ്ങൾ അവസാനിപ്പിക്കുകയും വേണം.